ബാലിയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മുടെ ഒരു ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും. കാരണം അത്ര അധികം കാര്യങ്ങളാണ് ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാലത്ത് നേരത്തെ തന്നെ എണീറ്റിട്ട് നമ്മൾ നേരെ അലാസ് ഹറം, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ബാലിയിൽ വരുന്ന എല്ലാ ലേഡീസും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടാവും. കാരണം ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആക്ച്വലി. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന ഈ സ്ഥലത്ത് നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത് എന്നുള്ളത്. ഈ ഐറ്റിനറി പ്ലാനിങ് എൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ അല്ലാസ് ഹറം ഫസ്റ്റ് ഇട്ടു. ഉബൂദ് പാലസിൻ്റെ ഫ്രണ്ടിലായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അലാസ് ഹറം ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കാലത്ത് വളരെ നേരത്തെ എത്തി. ആക്ച്വലി ഈ ഒരു സ്ഥലം ഓപ്പണായി വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചധികം ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. 2-3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്വിങ് ഉണ്ട്. പിന്നെ ഒരു ഇൻഫിനിറ്റി പൂള്, പിന്നെ ലുവാക്കിൻ്റെ കോഫി, അത് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവർ. ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കോപ്പി ലുവാക്ക് ടേസ്റ്റിങ്, ബാലി സ്വിങ്, പിന്നെ റൈസ് ടെറസിൽ പോയിരിക്കാനുള്ള ഓപ്ഷൻ, പിന്നെ പ്ലാന്റേഷൻ ടൂർ. അങ്ങനെ ഒരു 2-3 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടിക്കറ്റ് ആയിരിക്കും നിങ്ങൾ എൻട്രൻസിൽ നിന്ന് എടുക്കുക. പിന്നെ സ്വിങ്ങിൻ്റെ മാത്രം ഉള്ളിൽ കയറിയതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യണം. നമ്മൾ ഓപ്റ്റ് ചെയ്ത സ്വിങ് ഇവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സ്വിങ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ നോക്കിയത് വേറെ ഒരെണ്ണമായിരുന്നു, പക്ഷെ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അത് കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു 9 o'clock ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു അവർ. നമ്മൾ നേരത്തെ എത്തിയ കാരണം അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ പൂക്കളൊക്കെ ഉള്ള സ്വിങ് എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് തുറക്കാൻ വൈകുന്ന കാരണം അതെടുക്കാൻ പറ്റിയില്ല. സോ നമ്മൾ പോയിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു, എൻ്റെ മൈൻഡൊക്കെ റെഡ് ഡ്രസ്സ് തന്നെ എടുക്കണമെന്ന്. അങ്ങനെ പോയി അതെടുത്തു. പിന്നെ അവരെന്നെ ഡ്രസ്സൊക്കെ ചെയ്തു തന്നു. സ്വിങ് കയറുന്ന പറയാൻ ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ. പക്ഷെ സ്വിങ് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹൈറ്റ് എനിക്ക് പേടിയാണ്. എനിക്ക് കാലവർ നിവർത്തി വെക്കാൻ കുറേ പ്രാവശ്യം പറയണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പിടിക്കണമില്ലല്ലോ, ആ ഗൗണാണല്ലോ പിടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, താഴെ വീഴുമോ എന്നൊക്കെ. ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഒരു പേടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒന്ന് ഓക്കെ ആയത്. നമ്മൾ ഓപ്റ്റ് ചെയ്ത സ്വിങ് എന്ന് പറയുന്നത് സൂപ്പർ എക്സ്ട്രീം സ്വിങ് എന്ന് പറയുന്ന ഒരു സ്വിങ് ആയിരുന്നു. അതിന് നമ്മൾ ഏകദേശം 225,000 ആണ് ബേസിക്കലി ഇന്തോനേഷ്യൻ റുപ്പിയിൽ പേ ചെയ്തത്. പിന്നെ ഡ്രസ്സ് അവിടുത്തെ അവർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ അവിടെ അവൈലബിൾ ആണ്. അതിന് ഏകദേശം ഒരു 175,000 റുപ്പീസ് അവിടുത്തെ ഇതിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിന് കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാനുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മളൊരു 200,000 പേ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഏകദേശം ഒരു 600,000, പിന്നെ അഡീഷണൽ സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടി ഒരു 700,000 അവിടുത്തെ നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 3,800 രൂപ. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഏരിയ കംപ്ലീറ്റ് അവർ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഗുഹ പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ത്രൂ ചെയ്യാനായിട്ട്. പിന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അവർ ചെയ്തു വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ പാഡി ഫീൽഡ്, അവിടുത്തെ പാഡി ഫീൽഡ്സ് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം നമ്മൾ വേറൊരു സ്ഥലം ആക്ച്വലി നമുക്ക് പോയി കാണേണ്ടി വന്നില്ല. ഇവിടെ തന്നെ അവർ എല്ലാം ഒറ്റൊരു സ്ഥലത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചേക്കണ കാരണം നമ്മൾ ഇവിടെ നിന്ന് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളതാണ്. അടിയിലത്തെ ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് ഉബൂദിലേക്ക് പോവാണ് ഉണ്ടായത്. കാരണം നമുക്ക് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യണമായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടുന്ന് കഴിക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ നമ്മൾ എത്തിയ സമയം കുറച്ച് നേരത്തെ ആയത് കാരണം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മളവിടുന്ന് നമുക്ക് ആകെ കിട്ടിയത് 2 കരിക്കായിരുന്നു. അപ്പോൾ അത് കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് ഉബൂദിൽ പോയിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നുള്ള പ്ലാനിൽ ഇവിടുന്ന് ഇറങ്ങി. നമ്മളെ കൊണ്ടുവിട്ട ടാക്സിക്കാരൻ ആക്ച്വലി തിരിച്ചു പോയിണ്ടായിരുന്നില്ല. ആള് നമ്മളെ തന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു.
ആള് പറഞ്ഞ റേറ്റ് കുറച്ച് കൂടുതലായ കാരണം കൊണ്ട് നമ്മൾ വേറൊരു ടാക്സിയുടെ ഒരു ഓപ്ഷൻ നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ നോക്കി. പക്ഷെ വേറൊരു ടാക്സിയും കിട്ടാത്ത കാരണം കൊണ്ട് ആളെ തന്നെ ഓപ്റ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ നിന്ന് നമ്മൾ റിസോർട്ടിൽ പോയി ചെക്ക് ഔട്ട് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ മങ്കി ഫോറസ്റ്റിലേക്ക് പോന്നു. ഇവിടെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്. കുറച്ച് വലിയൊരു ഏരിയ ആണ് കേട്ടോ. നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.5 hours സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കൈ പിടിച്ചിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. കാരണം ഒരു സൈഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തം കവർ ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ഒരു റൗണ്ടായിട്ട് തിരിച്ചു വരിക എന്നുള്ളൊരു ഓപ്ഷനിലാണ് അവരത് ചെയ്തു വെച്ചേക്കണത്. പിന്നെ നിങ്ങൾ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. ഫുഡ് ഐറ്റംസും പിന്നെ നിങ്ങളുടെ ഗ്ലാസസ്, കണ്ണട, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയ്യിൽ അല്ലെങ്കിൽ അവർ കാണുന്ന രീതിയിൽ വെക്കാതിരിക്കുക. നിങ്ങളങ്ങനെ ഉള്ളിൽ കയറിയതിന് ശേഷം ലെഫ്റ്റിലേക്കാണ് ആ വഴി അങ്ങ് പോവുക. അവിടുന്ന് പോകുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു മ്യൂസിയം ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക്സ് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ചില സാധനങ്ങളൊക്കെ അവർ ഈവൻ സെയിൽ ചെയ്യുന്നും ഉണ്ടായിരുന്നു. നിറയെ ആർട്ട് വർക്ക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ആർട്ട് വർക്ക് താല്പര്യമുള്ള ആൾക്കാർക്കൊരു നല്ലൊരു പോയിൻ്റാണത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ മങ്കീസ് ആക്ച്വലി കുറച്ചൊരു അഗ്രസീവ് ടൈപ്പ് ഓഫ് മങ്കീസാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങളവിടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ മിക്കവാറും ഒരു വാർണിംഗ് പോലെ അവർ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ടെമ്പിൾസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഈ ടൂറിസ്റ്റുകൾക്ക് ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പെർമിഷൻ ഇല്ല. അവിടുത്തെ ലോക്കൽസിന് മാത്രമാണ് ആ ടെമ്പിളുകളിലേക്ക് കയറാനുള്ള പെർമിഷൻസ് ഉള്ളൂ. 2 ടെമ്പിൾ ആക്ച്വലി ക്ലോസ് ചെയ്തിട്ടൊക്കെയായിരുന്നു. ഒരെണ്ണമാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. മങ്കി ഫോറസ്റ്റിൻ്റെ ടോട്ടൽ ഏരിയ ഏകദേശം 28 ഏക്കറാണ്. ഉബൂദിൻ്റെ സെൻറ്ററും പാലസുമായിട്ട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ക്രൗഡ് നമ്മൾ കണ്ടത് ഈ ഒരു സ്ഥലത്തായിരുന്നു. ഈവൻ ഫോട്ടോ എടുക്കാൻ വരെ പല വ്യൂ പോയിന്റുകളിലും അല്ലെങ്കിൽ അട്രാക്ഷൻസിൻ്റെ അടുത്തും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഫോട്ടോ എടുക്കാനുള്ള അവസരം കിട്ടിയത്. ഇനി ഇന്നത്തെ അജണ്ടയിൽ 2 സ്ഥലങ്ങളും കൂടിയാണ് ഉള്ളത്. ഒന്ന് തീർത്ഥ ടെമ്പിളും പിന്നെ ബസാക്കി ടെമ്പിളും. തീർത്ഥ ടെമ്പിളിലേക്ക് ഏകദേശം ഒരു 1/2 hour ഡ്രൈവാണ് ഉബൂദിൽ നിന്നുള്ളത്. അവിടെ നിന്ന് ഒരു 1/2 hour ഡ്രൈവ് ബസാക്കി ടെമ്പിളിലേക്കുമുണ്ട്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.